guys, welcome to Ash and Ash Vlogs. ഇന്നത്തെ Ash and Ash Vlogs വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ടൈറ്റിൽ നിന്ന് ഗസ് ചെയ്ത് കാണും. ഇന്നത്തെ വീഡിയോ ഈസ് എ മേക്കപ്പ് ഹോൾ. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പറഞ്ഞു മലയാളത്തിൽ ഒരു വ്ലോഗ് ചെയ്തുകൂടെയെന്ന്. അപ്പോൾ ഐ തോട്ട് വൈ നോട്ട്. സോ അതാണ് ഞാൻ ഇന്ന് ഒരു മേക്കപ്പ് ഹോളായിട്ട് മലയാളത്തിൽ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫ്രണ്ട്സിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദിസ് വീഡിയോ. ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോണ മേക്കപ്പ് കുറേയൊക്കെ ഞാൻ മേടിച്ചത് പ്രീ ബ്ലാക്ക് ഫ്രൈഡേ സെയിലാണ്. സോ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എല്ലാ നവംബറിലും ഇവിടെ നടക്കാറുണ്ട്. ബ്ലാക്ക് ഫ്രൈഡേ ഇസ് ബേസിക്കലി താങ്ക്സ് ഗിവിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രൈഡേനാണ് ബ്ലാക്ക് ഫ്രൈഡേ പറയാറ്. അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് ഞാൻ പ്രീ ബ്ലാക്ക് ഫ്രൈഡേ സെയിലാണ് കുറച്ചൊക്കെ മേടിച്ചിരിക്കുന്നത്. അതർ ദാൻ ദാറ്റ് അതിന് മുമ്പ് ഞാൻ മേടിച്ചു വെച്ച കുറച്ച് മേക്കപ്പ് ഉണ്ടായിരുന്നു. ഈ വീഡിയോക്ക് സേവ് ചെയ്ത് വെച്ച കുറച്ച് മേക്കപ്പും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ബേസ് പ്രൊഡക്ട്സിലേക്ക് പോവാം. എൻ്റെ കയ്യിൽ 2 പ്രൈമേഴ്സ് ഉണ്ട്. ആദ്യത്തെ പ്രൈമർ ഇസ് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഫോട്ടോ ഫോക്കസ് ഫേസ് പ്രൈമർ വിച്ച് ഇസ് മാറ്റ്. ഇതാണ് സംഭവം. സോ ഇത് ഞാൻ കുറേ പേര് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ എടുത്തതാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. മിസ് ചെയ്ത കൺസിസ്റ്റൻസി ആദ്യമായിട്ടാണ് തുറക്കണത് കേട്ടോ. കണ്ടോ, സീൽഡാണ്. ഞാൻ കൺസിസ്റ്റൻസി നോക്കിയിട്ട് പറയാം. ക്വൈറ്റ് തിക്കാണ് സംഭവം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ടു റണ്ണി ആൻഡ് ഇറ്റ് അബ്സോർബ് റിയലി ക്വിക്ലി. കണ്ടോ, ഇറ്റ്സ് നോട്ട് ടു മാറ്റ്, ഇറ്റ്സ് നോട്ട് ടു ഡ്രൈ. ആക്ച്വലി it is quite drying. It takes time to mattify. And the second primer I have is Rimmel in their 8-hour lasting finish primer ആണ്. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതായിരിക്കും. പ്രൈസും ഇൻക്ലൂഡഡ്. UK പൗണ്ട്സിലും തരാം, ഞാൻ ഇന്ത്യൻ റുപ്പീസിലും തരുന്നതായിരിക്കും. അപ്പോൾ അത് രണ്ടുമാണ് പ്രൈമേഴ്സ് എൻ്റെ കയ്യിലുള്ളത്. നെക്സ്റ്റ് വിൽ ഗോ ഇൻ ടു ഫൗണ്ടേഷൻ. എൻ്റെ ഫസ്റ്റ് ഫൗണ്ടേഷൻ ഓർ ബേസ് പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുള്ളത് Too Facedന്റെ Born This Way ആണ്. ഇത് കുറച്ചൊരു പ്രൈസി സൈഡിലാണ് ഉള്ളത്, ബട്ട് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫൗണ്ടേഷൻസ് ഐ ഹവ് ട്രൈഡ് പേഴ്സണലി. ആസ് യു കെൻ സീ, ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ് കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ബോട്ടിലാണ്. 1 year ആയിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യണത്. ഭയങ്കര നല്ല ക്വാണ്ടിറ്റി ആണ്. കുറച്ച് മതി ഫോർ കവറിങ് ദ ഹോൾ ഫേസ്. സോ ഇറ്റ്സ് എ വെരി 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 ഗുഡ് ഫൗണ്ടേഷൻ. ഞാനിതിപ്പോൾ തുറക്കണില്ല. ഞാൻ ഷോ യു മൈ ഓൾഡ് ബോട്ടിൽ കഴിയാറായത്. എൻ്റെ ഷെയ്ഡ് ഇസ് ഇൻ സാൻഡ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇറ്റ്സ് നോട്ട് ടു തിക്ക്, നോട്ട് ടു റണ്ണി. ആൻഡ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരു പമ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ, ബട്ട് ഇറ്റ് കവേഴ്സ് മൈ എൻറ്റയർ ഹാൻഡ്. ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഫൗണ്ടേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫൗണ്ടേഷൻ. നോട്ട് ടു മാറ്റിഫൈങ് ഓൾസോ. ക്രീസ് ലൈനിൽ പിടിക്കില്ല. കണ്ടോ, ഇറ്റ് ഹാസ് ദാറ്റ് ലൂമിനസ് ഷൈൻ. ഒരു പമ്പ് ഇട്ടിട്ട് തന്നെ ഫുൾ കവർ ചെയ്തു. ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് ഐ ഹവ് എവർ കം അക്രോസ്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്യണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. സോ അതായിരുന്നു ഫസ്റ്റ് പ്രോഡക്റ്റ്. Second product is ഒരു Fit Me-യുടെ concealer. Don't know if you can see. I'll insert a picture right here. ഞാൻ ആക്ച്വലി ഷെയ്ഡ് 25 ആണ് തപ്പിപ്പോയത്. സോ എനിക്ക് കുറച്ച് മുമ്പ് ഞാൻ ഈ സെയിം കൺസീലർ മേടിച്ചിരുന്നു, ബട്ട് ഇറ്റ് വാസ് ഇൻ ദ റോങ് ഷെയ്ഡ്. ഞാൻ ഓൺലൈൻ മേടിച്ചതായിരുന്നു. ആൻഡ് അത് ഭയങ്കര ഡാർക്ക് ആയിപ്പോയി. ഐ ഡോണ്ട് റിമെമ്പർ. ഐ തിങ്ക് ഇറ്റ്സ് ഇൻ 30. സോ ഞാൻ 25 തപ്പിപ്പോയതാണ്. ബട്ട് ദെൻ ഐ തോട്ട് കുറച്ചുകൂടെ ലൈറ്റർ ഫൗണ്ടേഷൻ കൺസീലർ മേടിച്ചാൽ ഐ ക്യാൻ മിക്സ് വിത്ത് ഇറ്റ് ആൻഡ് ഒരു എൻ്റെ ഷെയ്ഡ് അപ്രോക്സിമേറ്റ്ലി ഐ ക്യാൻ ട്രൈ ഫിക്സ് ഇറ്റ്. അങ്ങനെ ഞാൻ 20 മേടിച്ചു. 25 വാസ് നോട്ട് അവൈലബിൾ ഒന്നാമത്. അതർവൈസ് ഐ വുഡ് ഹവ് ഗോട്ടൺ 25. ബട്ട് ഐ തോട്ട് ദിസ് വാസ് എ വൈസ് ഡിസിഷൻ. സോ Fit Me കൺസീലർ ഇസ് ക്വൈറ്റ് ഗുഡ്. ഭയങ്കര ലൈറ്റ് ഒന്നും പറയാനില്ല, പക്ഷെ ഇറ്റ് ഈസ് ഗ്രേയിഷ് ഫോർ മീ ഇഫ് ഐ പുട്ട് ഇറ്റ് ഓൺ മൈ ഡാർക്ക് സർക്കിൾസ്. സോ മേ ബി മിക്സ് ചെയ്യുമ്പോൾ ശരിയാവായിരിക്കും. ഐ ഹവ് നോട്ട് ട്രൈഡ് ഇറ്റ് യെറ്റ് ബിക്കോസ് ഐ ഹവ് നോട്ട് ഓപ്പൺഡ് ദിസ് യെറ്റ്. ഓക്കെ, അടുത്തത് മേബ്ലിനിലേക്ക് തന്നെ പോവാം. ഞാൻ Fit Me കോമ്പാക്റ്റ് ആണ് അടുത്തതായിട്ട് മേടിച്ചിരിക്കുന്നത്. ദിസ് ഈസ് എ റിയലി റിയലി ഗുഡ് കോമ്പാക്റ്റ്. ഫ്ലാഷ് ബാക്കും തരാത്തൊരു
കോമ്പാക്റ്റ് ആണ്. This is one of the compacts that I've been using since 3 years. ഇതെൻ്റെ എല്ലാ ബാഗിലും ഉണ്ടാവാറുണ്ട് ഞാൻ എവിടെ പുറത്തു പോയാലും. സോ ഇത് എനിക്ക് യൂഷ്വലി ഒരു ചെറിയ പാക്കറ്റാണ് കിട്ടാറ്. ആക്ച്വലി let me just show it to you. I'll have to get it. എൻ്റെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പാക്കേജിങ് മാറിയതാണോ അല്ലേന്ന് എനിക്ക് ഡൗട്ടാണ്. ബട്ട് ഇതാണ് എൻ്റെ പഴയ പാക്കേജിങ് ആൻഡ് ദിസ് ഇസ് എ ന്യൂ വൺ ആൻഡ് ദേ ഹാവ് ഇൻക്ലൂഡഡ് സ്പഞ്ച് ഓൾസോ ഉള്ളിൽ. കണ്ടോ, വലിയൊരു മിററും ഉണ്ട് വിച്ച് ഇസ് റിയലി ഗുഡ്. ഇറ്റ്സ് റിയലി ബിഗ് ആൻഡ് ക്ലീൻ. നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു അബദ്ധം പറ്റിയത് ഷെയ്ഡ് മാറിപ്പോയി. ഇത് 128 ആണ്, ഇത് 220 ആണ്. പക്ഷെ ഐ തിങ്ക് ഇറ്റ് ഈസ് മാനേജബിൾ. സോ ദിസ് ഇസ് another one of my favorites from Maybelline. The Fit Me foundation is also really good. അതും എൻ്റെ കയ്യിലുണ്ട്, but it's obviously not a new purchase. But if you want to see വെരി സിമ്പിൾ മേക്കപ്പ് വീഡിയോ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ ഞാനൊരു Maybelline ബ്രാൻഡ് ട്യൂട്ടോറിയൽ ആയിട്ട് വരാൻ വേണമെങ്കിൽ. സോ ജസ്റ്റ് കോമെന്റ് ഡൗൺ ബിലോ വാട്ട് യു വാണ്ട് ടു സീ. അടുത്തത് നമുക്ക് ഇത് മാക്കിൻ്റെ കോമ്പാക്റ്റ് ആണ്. ഇറ്റ്സ് എ സ്റ്റുഡിയോ ഫിക്സ് പൗഡർ കോമ്പാക്ട്. ഇത് ആക്ച്വലി എനിക്ക് എൻ്റെ മദർ ഇൻ ലോ തന്നതാണ്. സോ she got one for herself. അപ്പോൾ എനിക്കും കൂടെ തന്നു. So this is the Studio Fix compact. ഉള്ളിലൊരു മിററും കൂടി ഉണ്ട് which is a very good thing. നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടോ, ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. So this is the powder puff you get along with it. എൻ്റെ ഷെയ്ഡ് is NC30. അടുത്തത് is the Benefit Hoola bronzer. So I'm not a big bronzer person. Gonna try and wait. So this is not too dark. I think it is perfect for my skin tone. Dana sambo. Dilum oru mirror undu and it's got a small brush which is really good, like it's like really nice and steady. And oru mirror undu and inside is the bronzer. ഇതിൻ്റെ എൻ്റെ കോർലിസ്റ്റയുടെ ബ്ലഷും ഇരിപ്പുണ്ട്. ദാറ്റ് ഈസ് അമേസിങ്. ഞാൻ ഓൾറെഡി പാൻ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഇസ് സോ സോ ഗുഡ്. സോ ഇഫ് യു വാണ്ട് ടു സീ ദാറ്റ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ലെറ്റ് മീ നോ. അടുത്തതായി നമ്മുടെ കയ്യിലുള്ളത് ഒരു ഹൈലൈറ്റർ ആണ്. ഇതും വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മെഗാ ഗ്ലോ ഹൈലൈറ്റിംഗ് പൗഡർ ആണ് ഇൻ ദ ഷെയ്ഡ് പ്രഷ്യസ് പെറ്റൽസ്. സോ ഇത് ആക്ച്വലി കുറേ ഞാൻ കണ്ടിട്ടുണ്ട്, ആഡ്സ് കണ്ടിട്ടുണ്ട്, കുറേ പേര് ഇതിനെ കുറിച്ച് സംസാരിക്കണം കണ്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി ചീപ്പ്. ഞാൻ തുറക്കട്ടെ കേട്ടോ. സോ പ്രിറ്റി. കണ്ടോ, ഇറ്റ്സ് ലൈക്ക് ഒരു ഗോൾഡൻ ഷാംപെയിൻ. ലൈക്ക് ഇഫ് യു സീ ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ് ഇറ്റ്സ് ലൈക്ക് എ ഷാംപെയിൻ ബ്ലഷ് കളർ ആൻഡ് ചില ആംഗിൾസിൽ ഇറ്റ്സ് ഗോൾഡൻ. ഞാൻ ആക്ച്വലി ഓൺലൈൻ ഓർഡർ ചെയ്തപ്പോൾ ഐ തോട്ട് ഇറ്റ്സ് ഗോൾഡൻ, ബട്ട് നേരിട്ട് വന്നപ്പോൾ ഇറ്റ്സ് ഗോട്ട് ലൈക്ക് എ ഷാംപെയിൻ ഗോൾഡ് കളർ. Let me try this. Swatch it kaaniche. So this is like one swipe. No, so pretty. I can't wait to try this. Makeup Revolution ഒരു highlighter ഉണ്ട് എൻ്റെ കയ്യിൽ which is all broken. It's more golden in color. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും അത് യൂസ് ചെയ്യാറുണ്ട് and it's so blinding സംഭവം. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ്, ബട്ട് ഇറ്റ്സ് സോ ഗുഡ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എ മെറ്റാലിക് ലിപ് ക്രീം. ടു ബി ഓണസ്റ്റ് ഐ ഡോണ്ട് യൂസ് മെറ്റാലിക് ലിപ് ക്രീംസ്, ബട്ട് ഇത് എനിക്ക് ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ ഗിഫ്റ്റ് കിട്ടിയതാണ്. ജസ്റ്റ് ലൈക്ക് മറ്റേ റിമെലിൻ്റെ പ്രൈമർ. Oh, this is actually very good. I can use it as a gloss, I think. This is good. Kandundo. Yep, you can. Or you can also use it as a blush because it shines. But I'm going to glow it. Or a highlighter blush. I think I'll have to experiment. It's very metallic and it's very smooth also. And but it's not too smooth like this. It's from Sleek Makeup, Matte Me Metallic. So it's a matte metallic shade. I'll try and let you know later. So this is that. The next product I have is a Makeup Revolution gel liner.
ഇതെന്താണ് ലൈഫ് പ്രൂഫ് ഐലൈനർ വിത്ത് ആംഗിൾഡ് ബ്രഷ്. സോ ദർ ഇസ് an angled brush inside. Let's see. There you go. Kando. There's an angled brush here, which I'll take it out. ഇതാണ് പോട്ട്. ഇറ്റ്സ് സച്ച് എ നൈസ് പാക്കേജിങ്. ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് പാക്കേജിങ് വിത്ത് റോസ് ഗോൾഡ് ഷെയ്ഡ് ടോപ്പ്. ട്രൈ ചെയ്തോക്കാം. I'll swatch it for you. Aha, this is so dark. This is so dark. Wow, that's equally as good as the Maybelline gel liner that is really famous. Smudge proof aano nokkan baakiyundi. I'll try maybe now. Let me see. Or I'll give it some time to dry and then we'll test the smudge quality. The next product I have is the Maybelline Falsies mascara. This mascara, oh my god, is the best. I wouldn't say that idu namakku korchu volume tharunnu, but the lengthening quality of this is epic. I've used one on my lashes today. So I'm not opening this. I think you all might know about this because it's a drugstore. I've been dropping things so much. Anyway, so drugstore mascara ana. If you want long lashes, I think you should just try these. These are really good. Like idinte kore series undu, oru yellow vannittunde, idunde, pinne same brand inde thanne Great Lash nu parnittu veroru mascara kodi undu. But I've not tried this one, but I've tried this and I've repurchased this at least like 2 times. I think this is my 3rd packet. Idu njan try cheyidittu next review പറഞ്ഞു തരാം. But yeah, so 3 lipsticks ആണ് എൻ്റെ ഉള്ളത്, and excluding the metallic one I showed you, so basically 4 lipsticks. First one Revlon ഒരു ലിപ്സ്റ്റിക് ആണ്. It's Ultra HD Matte Lip Mousse in the shade കാണുന്നില്ലല്ലോ, in the shade 810 Sunset. അപ്പോൾ നമുക്കിത് swatch ചെയ്യാം. swatch ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് swatch result. Pretty color. It's like a reddish, pinkish, mauvish എല്ലാം കൂടെ മിക്സ് ഒരു കളറാണത്. ലൈറ്റിൽ അത് കുറച്ചുകൂടെ ബ്രൈറ്റ് പിങ്ക് ആയിട്ട് തോന്നുന്നു, പക്ഷെ ഇത് ആക്ച്വലി ഒരു എന്താ പറയുന്നേ, ഒരു ഡാർക്ക് പിങ്കിഷ് മോവ് കളറാണത്. Another one I got was NYXന്റെ Budapest. So this is one lipstick that I've always wanted to try because of how famous it is. There you go. NYXന്റെ lip creams are actually really good. They're very long lasting and it's not too mattifying even though they're matte. Let's go. So done. It's got a nice doe foot applicator. Let me do it on this hand. ആദ്യമായിട്ടാണ് ഞാൻ ഇത് swatch ചെയ്യുന്നത്. It's such a pretty color. And last but not the least, this is my all-time favorite lipstick. So ഇതിന്റെ സ്റ്റോക്ക് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും unopened എൻ്റെ കയ്യിലുണ്ടാവും. This is the Wet n Wild Give Me Mocha lipstick. Okay, I have an opened one. I'll show you that. So this is one of my favorites. As you can see, I have like ഒരെണ്ണം already and it's ഞാൻ ഏത് ബാഗ് എടുത്താലും എൻ്റെ ബാഗിൽ ഒരെണ്ണം അറ്റ്ലീസ്റ്റ് അത് ഉണ്ടാവും. It's really nice. ഞാൻ കുറേ എൻ്റെ ഫ്രണ്ട്സിനും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ പേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. It's very long lasting also. Long lasting as in you need to line your lips, fill your lips with something, as in liner വെച്ച് തന്നെ fill ചെയ്യാം. And then on top of that, if you put this, it's very, very long lasting. So make sure you do that. This is the one. And that is exactly what I'm wearing right now.
This is a really good lipstick. You must try it if you've not. I think it is very affordable also. In the end, we have some false lashes. And all. This one is the Allure, I don't know. Lengthening number 155. And this is 4 Loves 3x4 length. Number but yeah, glue included and 5 uses so that's a good thing. Last but not the least, this is a makeup brush cleaner. So you can use anything you want to clean your brush, but obviously recommended is if makeup brush cleaners liquid you get these pots where soap so you basically rub onto it. But I use a shampoo. You can use a mild shampoo to clean your brush. That is also very good. Basically I use a mild shampoo. Shampoo so either you put it on your brush or you put it on this and then rub your brush on top. It will be clean as a new brush, brand new brush. And I used to clean my sponges and brush normally, but I understood that deep clean avunilla, and obviously that's not good for your skin. So please clean your brushes, clean your sponges, and clean whatever you're using on your face regularly. And also discard your makeup, discard your expired makeup. To check if your makeup is expired, I'll give you an example. This highlighter, okay? So if you look behind your makeup products, you'll find a tub which is open, okay? This highlighter 24M is 24M is 24 months. So the expiry is 24 months from the time you open. So let me find, yeah. So your foundation expiry is 12 months. So this is 12M in the That is how you check if your makeup is expired or is about to expire. Okay, so wind up gel liner and I was waiting for it to dry. So let's see if this is smudge proof. If it is, then I would love to wear this every single day. This would be my holy grail. Let me see. Ah. Yeah, I'm like pressing down, okay? Yeah, it is actually spreading a bit. I think that's because it was light pressure. Nah, it's all good. It's quite dark also. Okay, and one thing I noticed is even light pressure the light like a darkness it's like smudging a bit. It's not smudging basically, it's just rubbing off a bit, I would say. So that is that. And that is it for today's haul. I hope you liked my video and I hope you will comment down below what you want to see more. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണേ, സോ അതിൻ്റെതായ മിസ്റ്റേക്സ് ആൻഡ് ലാഗ് ഉണ്ടാവുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. സോ ഐ ഹോപ്പ് യു forgive me for that, and I will make sure ഇനിയുള്ള വീഡിയോസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ. So that is it for today. ഈ മേക്കപ്പ് വെച്ചിട്ട് ഒരു ലുക്ക് കാണണമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഉള്ള മേക്കപ്പ് കാണണമെങ്കിൽ ഓർ മൈ ലിപ്സ്റ്റിക് കളക്ഷൻ or my daily wear makeup കാണണമെങ്കിൽ please comment down below. I'll try my best to get it done for you. So till the next vlog or till the next video, it's me Aishwarya signing out from Ash and Ash Vlogs.